ആ പതിഞ്ഞ സ്വരത്തിൽ പറയാണ്, അടക്കം പറയാണ്. അപ്പോൾ ആ ശബ്ദമല്ലാതെ നീ കേൾക്കില്ല, അല്ലെങ്കിൽ അവർ നടക്കുമ്പോൾ ആ ശബ്ദമല്ലാതെ നീ കേൾക്കില്ല. നേരിയ ശബ്ദം അതാണ്. എല്ലാ ശബ്ദങ്ങളും ഖശഅത്തിൽ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന് എന്തായിരിക്കും, പിന്നെ പതിഞ്ഞ നിലയിലായിരിക്കും എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. യൗമഇദിൻ ലാ തൻഫഉ ശഫാഅതു ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ വറദിയ ലഹു ഖൗലാ. യൗമഇദിൻ എന്ന് പറഞ്ഞാൽ ആ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളൊക്കെ ഈ നിലയിൽ അള്ളാഹുവിന് മുന്നിൽ വിചാരണക്കായി ഒരുമിച്ച് കൂടുന്ന ദിവസം. യൗമഇദിൻ ലാ തൻഫഉ ശഫാഅത്ത് ഉപകരിക്കുകയില്ല. ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ, ഇല്ലാ മൻ യാതൊരു കൂട്ടർക്കല്ലാതെ, യാതൊരുവനല്ലാതെ, അദിന ലഹു അവന് അനുവാദം നൽകിയിരിക്കുന്നു, അർറഹ്മാൻ അർറഹ്മാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല, പരമകാരുണികനായ അള്ളാഹു അനുവാദം നൽകിയവർക്കല്ലാതെ ശഫാഅത്ത് ഉപകരിക്കില്ല. വറദിയ ലഹു ഖൗല, റദിയ ലഹു ഖൗലൻ വാക്കാൽ, റദിയ എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെട്ടു, വറദിയ തൃപ്തിപ്പെടുകയും, റഹ്മാനായവൻ തൃപ്തിപ്പെടുകയും ചെയ്തവനല്ലാതെ, ലഹു ഖൗലൻ വാക്കാൽ അവന്. എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. എന്ത് ഈ ഷഫാഅത്ത് എന്താണ്? ഷഫാഅത്ത് ശുപാർശയാണ്. ശുപാർശ പലതുണ്ട് ഈ ദുനിയാവ് തന്നെ, ശുപാർശ അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് തശഫഉ തുജറു, നിങ്ങൾ ശുപാർശ പറയണം, നിങ്ങൾക്ക് അതിന് കൂലി കിട്ടും എന്ന് പറയാറുണ്ട്. ശുപാർശ പറയണം, കൂലി കിട്ടും എന്ന് അറിയണത് ആർക്ക് വേണ്ടിയിട്ട്? ഇപ്പോൾ ഒരാളെന്ത് ചെയ്തു, അയാൾക്കൊരു പിന്നെ മാനേജറുണ്ട്, ആ മാനേജറുടെ അടുക്കൽ വിശ്വസ്തനാണ് ഒരാൾ ചില. അപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ, അയാളോട് ശുപാർശ പറയുകയാണെങ്കിൽ അതാണ്. അങ്ങനെ ശുപാർശക്ക് നിങ്ങൾക്ക് അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾ ശുപാർശ പറയണമെങ്കിൽ നിങ്ങൾക്ക് കൂലി കിട്ടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണത്. പക്ഷേ ഇവിടെ അശഫാഅത്ത് ഉണ്ടല്ലോ, അത് ഈ ദുനിയാവിൽ ജോലിക്ക് വേണ്ടിയിട്ടും മറ്റേതിന് വേണ്ടിയിട്ടും ഷഫാഅത്ത് പറയുന്ന ഷഫാഅത്ത് അല്ലത്. ഇതൊരു പ്രത്യേക ഷഫാഅത്താണ്. ആ ഷഫാഅത്തിനെ കുറിച്ചാണ് പറയുന്നത്. ലാ തൻഫഉ ഷഫാഅ. ഇവിടെ ഷഫാഅത്തിന് പിന്നെ ഒരു ഷാഫിഈ ഉണ്ട്. ഷാഫിഈ എന്ന് പറഞ്ഞാൽ ശുപാർശ പറയുന്നവൻ. പിന്നെ ഒരു മശ്ഫൂഉ ലഹുണ്ട്, ആർക്കാണോ ശുപാർശ പറയുന്നത് അയാളുണ്ട്. പിന്നെ അൽ മശ്ഫൂഉ ഇൻദഹു, ആരുടെ അടുക്കലാണോ ശുപാർശ അങ്ങനെ ഒരാളുണ്ട്. മശ്ഫൂഉ ലഹു ആരാണ്? ആർക്ക് വേണ്ടിയ ശുപാർശ? പടപ്പുകൾക്കാണ്. ആരുടെ അടുക്കലാണ് ശുപാർശ? അത് അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ അടുക്കലാണ്, അള്ളാഹിൻ്റെ അടുക്കലാണ്. പിന്നെ ഷാഫിഈ ഉണ്ട്, അതാരാണ്? ശുപാർശ പറയുന്നവനാണ്. അപ്പോൾ ലാ തൻഫഉ ശഫാഅ, ശുപാർശ ഉപകരിക്കുകയില്ല. ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ, അർറഹ്മാനായവൻ അനുവാദം നൽകിയവനല്ലാതെ. അത് ഷാഫിഈൻ്റെ വിഷയത്തിലാണ്, ശുപാർശകൻ്റെ വിഷയത്തിലാണ്. ഈ ശുപാർശകന് അള്ളാഹിൻ്റെ എന്ത് വേണം? ഇതിന് അനുവാദം വേണം. കാരണം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു, അള്ളാഹിൻ്റെ അടുക്കൽ ആരാണ് ശുപാർശ പറയുക എന്ന്. ഇല്ലാ ബി ഇദ്നിഹി, അള്ളാഹിൻ്റെ ഇതിനില്ലാതെ. അപ്പോൾ അള്ളാഹിൻ്റെ ഇതിനോട് കൂടിയാണ് ആര് പറയാ? ശുപാർശ പറയുക. അപ്പോൾ ശുപാർശ പറയുന്നവന് അള്ളാഹിൻ്റെ ഇതിന് വേണം. അതാണ് മൻ അദിന ലഹു റഹ്മാൻ. പിന്നെ ആർക്കാണ് ശുപാർശ? അതാണ് വറദിയ ലഹു ഖൗല, വാക്കാൽ അള്ളാഹു തൃപ്തിപ്പെട്ടവനാണ്. വാക്കാൽ അള്ളാഹു തൃപ്തിപ്പെട്ടവൻ. അപ്പോൾ ആർക്കാണോ ശുപാർശ പറയുന്നത് അവനെന്ത് ചെയ്യണം? അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടണം, അള്ളാഹു തൃപ്തിപ്പെടണം. ഈ ഖൗലൻ വാക്കാൽ എന്ന് പറഞ്ഞെങ്കിൽ, വാക്കാൽ എന്ന് പറഞ്ഞാൽ എന്ത് വാക്കാൽ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഈ വാക്കാൽ എന്നുണ്ടെങ്കിൽ വാക്ക് കാരണത്താൽ, ആ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാൽ അള്ളാഹുവിൽ നിന്ന് തൃപ്തി നേടിയവനാരോ അവനാണ് ആര്? ഷഫാഅത്ത് ലഭിക്കുന്ന ആൾ, ഷഫാഅത്ത് ലഭിക്കുന്ന ആൾ. അപ്പോൾ എല്ലാവർക്കും പരലോക കോടതിയിൽ അങ്ങനെ ശുപാർശ പറയുക എന്നുള്ള ഉണ്ടല്ലോ, ആ അവസ്ഥ അല്ല. പിന്നെയോ ശുപാർശ പറയുന്നവന് അള്ളാഹിൻ്റെ അനുവാദം വേണം. ആർക്കാണോ ശുപാർശ പറയുന്നത് അവന് എന്ത് വേണം? അവന് അള്ളാഹു തൃപ്തിപ്പെടണം. ആ തൃപ്തിപ്പെടണമെങ്കിൽ അവൻ്റെ അടുത്ത് അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് അള്ളാഹു അവനെ തൃപ്തിപ്പെടണം. മൻ അസ്അദുന്നാസി ബി ഷഫാഅത്തിക്ക് എന്നല്ലേ റസൂലെ, നിങ്ങളുടെ ഷഫായത്ത് കിട്ടാൻ ഏറ്റവും ഭാഗ്യം ലഭിക്കുന്ന ആളാരാന്ന് ചോദിച്ചില്ലേ? അപ്പോൾ എന്താ പറഞ്ഞത്?
ആ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് സത്യസന്ധമായി പറഞ്ഞവനാണ് ആ ഭാഗ്യവാൻ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ശുപാർശ പറയുന്ന വിഷയത്തിൽ പറഞ്ഞ എന്താ, റസൂലുള്ള പറയാണ് അതാണ് അള്ളാഹ് അനുവാദം കൊടുക്കും വേണം. പിന്നെ ആർക്ക് വേണ്ടി പറയുന്നോ അവർക്ക് അള്ളാഹ് എന്ത് ചെയ്യണം, തൃപ്തിപ്പെട്ടിട്ട് അള്ളാഹു സമ്മതം അവരുടെ വിഷയത്തിൽ നൽകും വേണം.